CPA ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചണ്ഡീഗഡിൽ ആരംഭിച്ചു. പുതിയ ജനറൽ സെക്രട്ടറി, ദേശീയ കൗൺസിൽ, ദേശീയ എക്സിക്യൂട്ടീവ് എന്നിവയെ തീരുമാനിക്കും. ബൽറാം നെടുങ്കാടി ചണ്ഡീഗഡിൽ നിന്നും തത്സമയം ചേരുകയാണ്. ബൽറാം, വിശദാംശങ്ങൾ. SKN CPയുടെ 25ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ നടപടിക്രമങ്ങൾ 3 രേഖകളിലുള്ള ചർച്ചകൾ, ആവശ്യമായ മുന്നോട്ട് വന്ന ഭേദഗതി നിർദ്ദേശങ്ങളുടെ അംഗീകാരമടക്കമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രസക്തമായ ഈ പാർട്ടി കോൺഗ്രസ് തുടങ്ങും മുമ്പ് തന്നെ ഉയർന്ന ചോദ്യം ജനറൽ സെക്രട്ടറിക്ക് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ്. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള നിർണായകമായ യോഗം അതിപ്പോൾ പുരോഗമിച്ചു വരികയാണ്. നിലവിലെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ പുരോഗമിക്കുന്നു. ഈ എക്സിക്യൂട്ടീവിന്റെ പ്രധാന അജണ്ട എന്നുള്ളത് അടുത്ത ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക, പുതിയ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ്, പുതിയ ദേശീയ കൗൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയാണ്. ഇത് സംസ്ഥാനങ്ങൾക്ക് കോട്ട നിശ്ചയിക്കലടക്കമുള്ള തീരുമാനങ്ങൾ ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിലായിരിക്കും ഉണ്ടാകുക. 1.5 മണിക്കൂറിലധികമായി ഇപ്പോൾ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം വീണ്ടും ദേശീയ കൗൺസിൽ യോഗം ചേർന്നായിരിക്കും എക്സിക്യൂട്ടീവ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകുക. ജനറൽ സെക്രട്ടറിയായി D രാജ തുടരുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. ഈ പ്രായപരിധി മാനദണ്ഡം, അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാസാക്കിയ പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണം എന്ന ചർച്ചകളിലെല്ലാം തന്നെ കേരള ഘടകം, ഒപ്പം തന്നെ ആന്ധ്ര, മഹാരാഷ്ട്ര ഘടകങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു ചർച്ചകളിൽ. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം തമിഴ്നാടും ഉത്തർപ്രദേശും ബീഹാറും ജാർഖണ്ഡും ഛത്തീസ്ഗഡും അടക്കമുള്ള ഘടകങ്ങൾ D രാജയ്ക്ക് തുടർച്ച വേണം എന്നുള്ള ഒരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹം തുടരേണ്ടത് ആവശ്യമാണ് എന്നും പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കേണ്ടതില്ല, ആവശ്യമായ ഇളവുകൾ നൽകേണ്ടതാണ് എന്നുമുള്ള ഒരു നിലപാടാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നിപ്പോൾ ഈ ഹാളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൻ്റെതായിരിക്കും ഉണ്ടാവുക. എന്തായാലും തീരുമാനം ഒറ്റക്കെട്ടായ ഒരു തീരുമാനമായിരിക്കും എന്നുള്ളത് കേരള നേതാക്കൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാകും. കൂടുതൽ തർക്കങ്ങളിലേക്ക് പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ ഈ ഒരു ഹാളിലാണ് പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കൗൺസിൽ യോഗം ചേരും. ദേശീയ കൗൺസിൽ അംഗങ്ങളെല്ലാം തന്നെ ഈ യോഗം ആരംഭിക്കാനായി കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രിയോടെ തന്നെ ഇക്കാര്യത്തിൽ ആരായിരിക്കും പാർട്ടിയെ തുടർന്ന് നയിക്കുക എന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തും. ഔപചാരികമായ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള നടപടികൾ നാളെ ആയിരിക്കും ഉണ്ടാവുക എങ്കിൽ പോലും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തും. ഈ യോഗം അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.